സ്പൈസ് നട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൽവ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴിക്കോട് ഹൽവയോ റെഡ് ഹൽവയോ ഒക്കെ ആയിരിക്കും. പക്ഷെ നോർത്തിലേക്ക് എന്ന് ആദ്യം ഹൽവ എന്ന് പറഞ്ഞ ഓർമ്മ വരുന്നത് ക്യാരറ്റ് ഹൽവ ആയിരിക്കും. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ ക്യാരറ്റ് ഹൽവ അത്യാവശ്യം നല്ല പബ്ലിസിറ്റി വന്നത് പ്രസ്റ്റീജ് കുക്കറിന്റെ പരസ്യത്തിലൂടെ ആയിരിക്കും. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഗ്രേറ്റഡ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഓൾമോസ്റ്റ് ഏകദേശം ഈ ഒരു അളവിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലും താഴെയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, ചിലപ്പോൾ ക്യാരറ്റ് ഉടഞ്ഞു പോവും. പിന്നെ വേണ്ടത് നെയ്യാണ്. നോർത്തേൺ ഫുഡുകളിലെല്ലാം പ്രത്യേകിച്ച് സ്വീറ്റ്സിൽ നെയ്യ് വളരെ ഒരു അവിഭാജ്യമായ ഘടകമാണ്. അപ്പോൾ നെയ്യ് ഒഴിവാക്കരുത്, മറ്റൊരു ഓയിൽ ഉപയോഗിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഷുഗർ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷുഗർ കുറച്ച് മതിയെങ്കിൽ, മധുരം കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതിന്റെ പകരം ഇനി സ്റ്റീവിയ പോലത്തെ എന്തെങ്കിലും സാധനമാണ് ഉപയോഗിക്കണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഷുഗർ എടുത്തിട്ടുണ്ട്. 3 to 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാല്, പശുവിൻ പാല് മിൽക്ക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സ് വേണം. അതിന്റെ കൂട്ടത്തിൽ മറ്റ് ബദാം അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിന്റെ ഏതെങ്കിലും പാൻ ഉപയോഗിക്കുന്ന നന്നാവുക, കാരണം ഒരുപാട് ഇളക്കി കഴിയുമ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്കിന്റെ അടി ഒട്ടാത്ത ടൈപ്പ് ഏതെങ്കിലും ഒരു പാൻ യൂസ് ചെയ്യുക. ചട്ടി ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ നെയ്യിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വന്ന് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഒന്ന് നുറുക്കി കൊടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇതിന്റെ കളർ ഒന്ന് ചെറുതായി മാറി വന്ന ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അത് അടുപ്പത്ത് നിന്ന് മാറ്റിയെടുക്കാം. വീണ്ടും അതേ ചട്ടിയിലേക്ക് തന്നെ ബാക്കിയുള്ള 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വന്ന അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 8-10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടച്ചു വെച്ച് വേവിക്കരുത്. ഏകദേശം ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. രണ്ടൂന്ന് കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒന്ന്, ക്യാരറ്റ് കുക്ക് ചെയ്യുമ്പോൾ ഓവർ കുക്കായി ഉടഞ്ഞു പോകരുത്. അതിന്റെ ഷേപ്പ് മാറിപ്പോവും, ടെക്സ്ചർ എല്ലാം മാറിപ്പോവും, പിന്നെ ആ സാധനം ഒരു രുചിയില്ലാതെ ആയിരിക്കും. 2, ഷുഗർ നന്നായിട്ട് ചേർക്കണം. കാരണം ഷുഗറിനകത്ത് ഇത് ഭയങ്കരമായിട്ട് കോട്ടായി കഴിയുമ്പോഴാണ് ഇതിനൊരു സ്റ്റിക്കി ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്ത് വെന്തുടയരുത്. പാല് ചേർത്ത് കഴിഞ്ഞാലും ഓപ്പൺ ചെയ്ത് വെച്ച് ഓൾമോസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-7 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരും. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെറുതായി ഗ്രേറ്റ് ആയി പോകാനും പാടില്ല. ഈ 2 കാര്യങ്ങൾ പ്രധാനം ശ്രദ്ധിച്ചാൽ കറക്റ്റ് നമ്മുടെ ടെക്സ്ചറിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എന്തായാലും ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. പാല് ചേർത്തതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കറക്റ്റായി കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 5-7 മിനിറ്റ് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്, കാരണം അടച്ചു കുക്ക് ചെയ്ത് വീണ്ടും അതിലെ വേപ്പർ തിരിച്ചിറങ്ങിയിട്ട് അത് ഉള്ളിൽ കിടന്ന് വെന്ത് കലങ്ങിപ്പോവും. ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ കുക്ക് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ പതിയെ തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും. പക്ഷെ അത് കുഴപ്പമില്ല. വീണ്ടും നന്നായിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് അതൊന്ന് സ്റ്റിക്കി ആ ഒരു പരുവത്തിലേക്ക് ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റിക്കി ആയി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി വീണ്ടും പഴയ പോലെ ഒന്ന് സ്റ്റിക്കി ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ ഒരുപാട് ഡ്രൈ ആയി പോകരുത്, അതേപോലെ ഒരുപാട് സോഫ്റ്റും ആയി പോകരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി കത്തിപ്പോവും. അടുത്തായിട്ട് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടുതൽ കാഷ്നട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി ഒരു മിനിറ്റ് കൂടി അടുപ്പത്ത് ഇളക്കിയ ശേഷം നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. കാറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റിയായ അതേപോലെ തന്നെ ഒരുപാട് സോഫ്റ്റായ ക്യാരറ്റിന്റെ ഫ്ലേവർ ഒന്നും കളയാത്ത നല്ല അടിപൊളി ഒരു കാറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ മേളിൽ കുറച്ച് ഐസ്ക്രീമും അതുപോലെ താഴെ കുറച്ച് സാഫ്രോണും മഞ്ഞളും മിക്സ് ചെയ്തൊരു റിഡക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയും മറ്റു വിഭവമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.